ഹലോ എവറിബഡി, ഗുഡ് ഈവനിങ്. യെസ്, അപ്പോ നമ്മുടെ അടുത്തൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. ഇന്ന് എനിക്കറിയാം നിങ്ങൾ എല്ലാവരും റെഡി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. കാരണം ഇന്ന് നിങ്ങൾക്കൊക്കെ എന്താണ്, ചെറുപ്പം മുതൽ നമ്മൾ ഓരോരുത്തർക്കും ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് ആരെ, നമ്മുടെ സിൻഡ്രല്ല അല്ലേ. സോ നമ്മളൊക്കെ ചെറുപ്പത്തിൽ വായിച്ച് നമുക്ക് ഏകദേശം എന്താണ്, എല്ലാവരും സ്വപ്നം കാണുമ്പോൾ ഒരു സിൻഡ്രല്ല ആകണം എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ എല്ലാവരും ക്ലാസ് കാണാൻ റെഡി ആയിട്ടിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എനിവേ, എല്ലാവരും കണ്ണിൽ സന്തോഷം. സോ നമ്മുടെ ഓണം എക്സാം ഒക്കെ ഇങ്ങനെ അടുത്തെത്തി. അപ്പൊ മിസ് എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, ഇന്നും ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യാണ്. എന്താന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, പാഠങ്ങൾ ശരിക്കും പഠിക്കണം. പാഠം ശരിക്കും പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഡിസ്കോഴ്സസ് എന്ത് ചെയ്യുള്ളൂ, പഠിക്കുന്നുള്ളൂ. കാരണം നിങ്ങൾക്കറിയാം എന്താണ്, മിസ് എപ്പോഴും പറയാറുണ്ട്, നമ്മളെല്ലാം ആരും എന്തല്ല, വി ആർ നോട്ട് നേറ്റീവ് സ്പീക്കേഴ്സ്. അതുകൊണ്ട് നമ്മൾ കോണ്ടന്റ്, നമ്മുടെ ചാപ്റ്റർ ശരിക്കും പഠിക്കണം. പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ പഠിക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ് യെസ്, ഇവിടെ എല്ലാവരും എന്നോട് ഒരാൾ മിസ് 1 വീക്ക് ലേറ്റ് ആണ്. എന്താണ് ഇവിടുത്തെ ടെക്നിക്കൽ ഇഷ്യൂ ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ പെട്ടെന്ന് ശരിയാക്കി വന്നു. ഭയങ്കര കൃത്യശാലി, പങ്ക്ച്വാലിറ്റി, എന്താ കൃത്യശീലൻ ഒക്കെ ഉണ്ട് നമ്മുടെ കമന്റ് ബോക്സിൽ നിന്ന് എനിക്ക് മനസ്സിലായി. നെക്സ്റ്റ് ടൈം ഞാൻ എന്ത് ചെയ്യും, 1 മിനിറ്റ് മുന്നേ എന്ത് ചെയ്യും, മുന്നേ വരും. ഓക്കെ, സോ എന്താണ് യെസ്. അപ്പോ യെസ്, ഓക്കെ. അപ്പൊ എല്ലാവരും പേരൊക്കെ പറയുന്നുണ്ട്, അതേപോലെ ന്യൂ സ്റ്റുഡൻസ് ഒക്കെ മിസ് കാണുന്നുണ്ട്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ഓരോ ലൈവിലും എന്താണ്, പുതിയ സ്റ്റുഡന്റ് ആണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഇങ്ങനെ കമന്റ് ബോക്സിൽ കാണും. അത് കാണുമ്പോൾ ശരിക്കും നമുക്ക് ഭയങ്കര സന്തോഷം. കാരണം എന്താണ്, ഒരു പുതിയ ഒരാള്, ഒരു പുതിയ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ എന്താണ് ജോയിൻ ചെയ്യാം അല്ലെ. സോ ഐ വെൽക്കം, എന്താണ് ഐ വെൽക്കം യു മാൻ. ഞാൻ വെൽക്കം ചെയ്യാം കേട്ടോ ടു ആ ഫാമിലി, നമ്മുടെ ഫാമിലിയിലേക്ക്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം നിങ്ങൾക്കറിയാം, ഇറ്റ് ഇസ് സിൻഡ്രല്ല. സിൻഡ്രല്ല ഇഷ്ടമാണോ എല്ലാവർക്കും? സിൻഡ്രല്ല ഇഷ്ടമാണോ നിങ്ങൾക്ക് എല്ലാവർക്കും? യെസ്, എല്ലാവർക്കും സിൻഡ്രല്ല ഇഷ്ടമാണ് അല്ലേ. എന്തുകൊണ്ടാണ് സിൻഡ്രല്ല നിങ്ങൾക്ക് ഇഷ്ടം? നിങ്ങൾ കമന്റ് ചെയ്ത് എല്ലാവരും. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സിൻഡ്രല്ല എന്ന് പറയുന്ന നമ്മുടെ എന്താണ് പ്രിൻസസിനെ ഇഷ്ടം? എന്തുകൊണ്ടാണ് സിൻഡ്രല്ല എന്ന് പറയുന്ന പാവക്കുട്ടിയെ നിങ്ങൾക്ക് ഇഷ്ടമായത്? വാട്ട് ഇസ് ദ റീസൺ? എന്തുകൊണ്ടാ? എന്തുകൊണ്ടാണ് സിൻഡ്രല്ലയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായത്? സിൻഡ്രല്ല പോവാ ഗേൾ ആയതുകൊണ്ടാ, പാവക്കുട്ടി ആയതുകൊണ്ടാണോ, ഭയങ്കര ക്യൂട്ട് ആയതുകൊണ്ടാണോ, ഭയങ്കര ഓണസ്റ്റ് സത്യസന്ധത ആയതുകൊണ്ടാണോ? ഓക്കേ, ഓക്കെ. അപ്പൊ സിൻഡ്രല്ല നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ. സിൻഡ്രല്ലയുടെ കഥ നമുക്ക് എന്നും എന്താ ഭയങ്കര അത്ഭുതമാണ് അല്ലെ. നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ എന്താണ് സിൻഡ്രല്ലയെ പോലെ നമ്മൾ കരുതി പോവാറുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള സിൻഡ്രല്ലയുടെ കഥയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന് ശരിക്കും നിങ്ങൾ എന്താണ്, നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ് സ്റ്റോറി, എന്തൊക്കെ ഇൻസിഡൻസ് നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മുടെ പാഠത്തിന്റെ മേലെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ ആ ഇൻട്രൊഡക്ഷൻ വായിക്കാൻ പോവാം. Who does all the work at home? ആരാണ് വീട്ടിൽ എല്ലാ ജോലിയും ചെയ്തത്? That is the first question. What kind of work you do? നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്ന ജോലികൾ എന്തൊക്കെയാണ്? Imagine that you have to do all the household work alone. ഇവിടെ മറ്റൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ചു. ഇമാജിൻ ദാറ്റ്, നിങ്ങളോട് ഇമാജിൻ ചെയ്യാനാണ്. എന്താ പറയുന്നത്? വീട്ടിലെ എല്ലാ ജോലിയും എന്താണ് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ എങ്ങനെയുണ്ടാകും? ക്യാൻ യു ഇമാജിൻ? നിങ്ങളോട് ഇമാജിൻ ചെയ്യാനാണ് പറയുന്നത്. എങ്ങനെയുണ്ടാകും? നിങ്ങളോട് ഇപ്പൊ വീട്ടിൽ അടിച്ചു വാരൽ, നനച്ചു തോക്കൽ, എന്താണ് ഭക്ഷണം ഉണ്ടാക്കൽ, ബാത്റൂം കഴുകൽ, എന്താണ് വേറെ ഉള്ളത്? യെസ്, ഡ്രസ് മടക്കി വെക്കൽ, തുണി അലക്കൽ, തുണി ആറിയിടൽ, തുണി മടക്കി വെക്കുന്നു, അങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുന്നു, വീട് ക്ലീൻ ചെയ്യുന്നു, സാധനം വാങ്ങാൻ പോകുന്നു, കറണ്ട് ബില്ല് അടക്കാൻ പോകുന്നു, വണ്ടി സർവീസിന് കൊടുക്കാൻ പോകുന്നു, വണ്ടി കഴുകുന്നു, മുറ്റം അടിക്കുന്നു, ചെടികൾ നനയ്ക്കുന്നു, മാറാതെ തട്ടുന്നു, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. ഇതൊക്കെ നിങ്ങൾ ഒരൊറ്റ ഒറ്റയ്ക്ക് ചെയ്യുന്നത് എങ്ങനെ ഉണ്ടാവുന്നതാണ് ചോദ്യം. നല്ലൊരു ചോദ്യം, എനിക്ക് ഭയങ്കര ഇഷ്ടമായ ചോദ്യം. ഓക്കെ, എങ്ങനെയുണ്ട്? യെസ്, ആ അടിപൊളി അല്ലേ. ഓക്കെ, അപ്പൊ
നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ പാഠത്തിന്റെ ആദ്യം തന്നെ എങ്ങനെയുണ്ടാകും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ എല്ലാ ജോലികളും ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയുണ്ടാകും, ഹൗ ഇറ്റ് വിൽ ബി, നല്ല അടിപൊളിയായിരിക്കും അല്ലേ. നെക്സ്റ്റ് നോക്കിയേ, ഓൾ ട്രൈ ടു തിങ്ക് ഓഫ് സച്ച് എ ഗേൾ ഹു ഡസ് ഓൾ ദി ഡൊമസ്റ്റിക് വർക്ക് വിതൗട്ട് ഹാവിംഗ് പ്രോപ്പർ ഫുഡ്, ക്ലോത്തിങ് എറ്റ്സെട്ര. അപ്പൊ നമ്മളോട് പറയാണ്, ജസ്റ്റ് ഇമാജിൻ, നമ്മൾ ഇമാജിൻ ചെയ്ത് നോക്കുക, ഒരു കുട്ടിയെ കുറിച്ച്, ആ കുട്ടിക്ക് പ്രോപ്പർ ആയിട്ട് ഭക്ഷണം ഇല്ല, ശരി നല്ല ഭക്ഷണം ആ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. അതേപോലെ തന്നെ ആ കുട്ടിക്ക് എന്തില്ല, നല്ല ഡ്രസ്സോ കാര്യങ്ങളോ നല്ല ഫുഡോ കിടക്കാൻ നല്ലൊരു സ്ഥലോ ഒന്നും എന്ത് ചെയ്തില്ല, അവൾക്ക് കിട്ടുന്നില്ല. അങ്ങനത്തെ അവസ്ഥയായിട്ടും അവൾ ആ വീട്ടിൽ എല്ലാ ജോലിയും ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഒരു കുട്ടിയെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ആൻഡ് ഹെർ നെയിം ഈസ് സിൻഡ്രല്ല. അവളുടെ പേരാണ് സിൻഡ്രല്ല. നോക്കിയേ നിങ്ങൾ, ദ സിൻഡ്രൽ ഗേൾ. നമ്മൾ സിൻഡ്രല്ലയുടെ കഥയാണ് പറയാൻ പോകുന്നത്. Once upon a time there was a rich man who lived happily with his wife and daughter. ഒരു പണ്ട് 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 ഒരിടത്തൊരു അച്ഛനും അമ്മയും ഒരു മകളും. അച്ഛൻ എന്താണ്, റിച്ച് മാൻ, ഭയങ്കര പണക്കാരനാണ്, റിച്ച് മാൻ ആയിരുന്നു. അവര് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഒരു പണക്കാരനും അയാളുടെ ഭാര്യയും അയാളുടെ മകളും സന്തോഷായിട്ട് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. One day his wife fell sick. ഒരു ദിവസം എന്തായി, ഈ പറയുന്ന ആളുടെ എന്താണ്, ഈ അച്ഛന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന റിച്ച് മാനിലെ അദ്ദേഹത്തിന്റെ ഭാര്യ എന്ത് ചെയ്തു, fell sick എന്നാ പറയാ, അസുഖമായി. ഓക്കെ, when she felt that her end was drawing near, she called her only daughter near her and said, "Dear child, be good and pious, and God will always take care of you. I will look upon you from heaven and will be with you." അങ്ങനെ സിൻഡ്രല്ലയുടെ അമ്മയ്ക്ക് മനസ്സിലായി എന്താണ്, തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യും, അവർ മരിച്ചു പോകും. ആ ഒരു സമയത്ത് അവരെന്ത് ചെയ്തു, സിൻഡ്രല്ല അവരടുത്തേക്ക് വിളിച്ചിട്ട് അവരെന്ത് പറഞ്ഞു, ബി ഗുഡ്, നീ എന്താവണം മോളെ, അമ്മയ്ക്കൊരു കാര്യം പറയാനുണ്ട്, നല്ല കുട്ടിയായിട്ടിരിക്കണം, എന്നും കൈൻഡ് ആയിരിക്കണം, എന്നും നല്ലൊരാളായിരിക്കണം, എന്നും മറ്റുള്ളവരെ ഹെൽപ്ഫുൾ ആയിരിക്കണം. അങ്ങനെയാകുന്ന സമയത്ത് സ്വർഗത്തിൽ നിന്ന് എന്താണ്, അമ്മയും നിന്റെ കൂടെ ഉണ്ടാകും. അതേപോലെ തന്നെ എന്നും നിന്റെ കൂടെ ആരുണ്ടാകും, ദൈവവും ഉണ്ടാകും. ആര് പറയാണ്, നമ്മുടെ സിൻഡ്രല്ലയുടെ അമ്മ സിൻഡ്രല്ലയോട് മരിക്കുന്നതിന് മുൻപന്തിയാണ് പറയാണ്. ഓക്കെ, then she closed her eyes forever. അത് പറഞ്ഞുകൊണ്ട് എന്താണ്, സിൻഡ്രല്ലയുടെ അമ്മ എന്ത് ചെയ്യാണ്, മരിച്ചു പോവാണ്. The maiden went The maiden went every day to her mother's grave and wept and remained pious and good. When winter came, the snow covered the grave with a white covering. Then the sun came in the early spring and melted it away. Soon Cinderella's father married again. The new wife was a proud and unkind woman. നോക്കിവിടെ എന്താ പറയുന്നത്, അങ്ങനെ സിൻഡ്രല്ലയുടെ അമ്മ എന്ത് ചെയ്തു, മരിച്ചു കഴിയുമ്പോൾ സിൻഡ്രല്ല എന്ത് ചെയ്യും, എല്ലാ ദിവസവും സിൻഡ്രല്ല എന്ത് ചെയ്യും, അമ്മന്റെ ഈ ശവക്കലറിന്റെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യും, ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യും. അങ്ങനെ അവിടെ എന്താണ്, വിന്റർ സീസൺ വന്നു. വിന്റർ സീസൺ പറഞ്ഞാൽ നമുക്കറിയില്ല, ആകെ പാടെ എന്താണ്, തണുപ്പ്, മഞ്ഞ്. അവിടെ എന്താണ്, ആ പ്രദേശം മുഴുവൻ എന്താണ്, മഞ്ഞ് മൂടിക്കിടക്കാം. മരങ്ങൾ നോക്കുമ്പോൾ മരങ്ങൾ മഞ്ഞ് മൂടിയിട്ടുണ്ടാകും, വീട് നോക്കുമ്പോൾ വീടിന്റെ ഓടുകളൊക്കെ മഞ്ഞ് മൂടിയിട്ടുണ്ടാകും, റോഡിലേക്ക് നോക്കുന്ന സമയത്ത് റോഡൊക്കെ ഇങ്ങനെ വൈറ്റ് കളറായിരിക്കും, എല്ലാ സ്ഥലത്തും വൈറ്റ് കളർ. അങ്ങനെ സിൻഡ്രല്ല എല്ലാ ദിവസവും പോകുന്ന പോലെ അമ്മന്റെ ശവക്കലറിന്റെ അടുത്തേക്ക് വരുമ്പോ, ഗ്രേവ് എന്ന് പറഞ്ഞാൽ എന്താ, ശവക്കലർ അല്ലേ, ആ ശവക്കലറിന്റെ അടുത്തേക്ക് വരുമ്പോ എന്താണ്, ആ ഒരു ദിവസം നോക്കുമ്പോൾ മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കാണ്. ആ മഞ്ഞ് മൂടിക്കിടക്കുന്ന മഞ്ഞൊക്കെ മാറ്റി 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 എന്താണ്, സിൻഡ്രല്ല അവിടെ ഇങ്ങനെ ഇരുന്ന് അമ്മയോട് ഇങ്ങനെ പല കാര്യങ്ങളും പറയും. അങ്ങനെ കുറെ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ് പോയ സമയത്ത് വിന്റർ സീസൺ കഴിഞ്ഞു. ആ വിന്റർ സീസൺ കഴിഞ്ഞ സമയത്ത് അച്ഛൻ എന്ത് ചെയ്തു, അച്ഛൻ പുതിയൊരു കല്യാണം കഴിച്ചു സിൻഡ്രല്ലയുടെ അച്ഛന്. പക്ഷെ ആ അമ്മ എന്തായിരുന്നു, സിൻഡ്രല്ലയുടെ അച്ഛൻ കല്യാണം കഴിച്ച ആ ഒരു ലേഡി, ഷി വാസ് വെരി ക്രൂവൽ പേഴ്സൺ, ഭയങ്കര ക്രൂരയായിരുന്നു. ഷി നെവർ ലൈക്ഡ്, അല്ലെങ്കിൽ എന്താണ്, ഷി ഡിഡ് നോട്ട് ലവ് സിൻഡ്രല്ല. അവർക്ക് ആരും ഇഷ്ടമല്ലായിരുന്നു, സിൻഡ്രല്ലനെ ഇഷ്ടമില്ലായിരുന്നു. ഓ, ഒരാൾ കമന്റ് ചെയ്യുമ്പോൾ ലുക്കിംഗ് സോ ക്യൂട്ട്, താങ്ക് യു സോ മച്ച് കേട്ടോ. എന്താ ചെയ്യാൻ, നീ ആണോ കമന്റ് ഇട്ടതല്ലോ, കുട്ടികൾ പറയട്ടേന്നേ, അവർ പറയട്ടെ, അവർ സത്യം എവിടെയും വിളിച്ച് പറയും. താങ്ക് യു സോ മച്ച് കേട്ടോ, താങ്ക് യു. ഒരു മോട്ടിവേഷൻ. അപ്പൊ നമ്മൾ അടുത്ത് നോക്കാം ഇവിടെ. സിൻഡ്രല്ലയുടെ അമ്മ എന്താണ്, സിൻഡ്രല്ലയുടെ അമ്മ വളരെ ക്രൂരയായിട്ടാണ്. രണ്ടാനമ്മ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ എന്താ പറയാ, നമ്മൾ സ്റ്റെപ്പ് മദർ. ഓക്കെ, സ്റ്റെപ്പ് മദർ. അങ്ങനെ സ്റ്റെപ്പ് മദർ എന്താണ്, ഷി വാസ് വെരി ക്രൂവൽ പേഴ്സൺ. അവർ സിൻഡ്രല്ലനെ എന്താണ്, ഒന്നും നോക്കാറൊന്നുമില്ല. നെക്സ്റ്റ് നോക്കിയേ, the new wife brought her 2 daughters along with her. അമ്മ വരുമ്പോ അമ്മ മാത്രമല്ല വന്നത്, അവർക്ക് 2 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. അവരെയും എന്ത് ചെയ്തു, നമ്മുടെ സിൻഡ്രല്ലന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന്.
Though they were beautiful and fair in appearance, at heart they were very weak and ugly. അപ്പൊ ഈ രണ്ട് മക്കളും എന്താണ് നോക്ക്, ഈ രണ്ട് മക്കളും എന്താണ് പറയുന്നത് ഇവിടെ? യെസ്, ഈ രണ്ട് മക്കളും പറയുന്നത് എന്താണ്? വെളുത്തിട്ടാണ്, നല്ല സുന്ദരിമാരാണ്, ഒക്കെയാണ്. പക്ഷെ ബൈ മൈൻഡ് അല്ലെങ്കിൽ ബൈ ഹാർട്ട് അവരെന്താണ്? മനസ്സെന്താണ്? മഹാമോശാണ്. ഇവിടെ നോക്കി, വിക്ട് ആൻഡ് അഗ്ലി, ഭയങ്കര ദുഷ്ടത്തിനാണ് അവർക്ക്. ഒരു നല്ല സ്നേഹമോ ഒരു നല്ല ക്യാരക്ടറോ ഒന്നുമില്ല. അഗ്ലി, വൃത്തികെട്ട മനസ്സുള്ളവരാണല്ലേ, ദുഷ്ടന്മാരാണ് രണ്ടാളും തന്നെ ദുഷ്ടന്മാരാണ്. നോക്കി, ആൻഡ് ദെൻ ബിഗാൻ ദ ഈവിൾ ടൈംസ് ഫോർ ദ പോർ ഗേൾ. അവിടെ നിന്ന് നമ്മുടെ സിൻഡ്രല്ലയുടെ ഈവിൾ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? പൈശാചികമായിട്ടുള്ള ചീത്ത ദിവസം തുടങ്ങാണ് നമ്മുടെ സിൻഡ്രല്ലയുടെ. ഇറ്റ് is a stupid creature to sit in the same room with us. അവർ ചോദിക്കാണ്, is a stupid creature, അയ്യോ ഈ പറയുന്ന വിഡ്ഢിയായ സൃഷ്ടി, ക്രിയേച്ചർ എന്ന് പറയുന്നത് ജീവി, ഈ വിഡ്ഢിയായ ജീവി ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ റൂമിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഈ ഡോക്ടേഴ്സ് ചോദിക്കുക, അയ്യോ അമ്മി എന്താണിത്, ഈ വൃത്തികെട്ട കുട്ടി അല്ലെങ്കിൽ ഈ സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ക്രിയേച്ചർ ഇസ് സിറ്റിംഗ് വിത്ത് us, നമ്മളെ കൂടെയാണോ ഇരിക്കാൻ വരുന്നത്? അവർ ചോദിക്കാം, those who eat food must earn it, she's nothing but a kitchen maid. അവൾ ആകെ എന്താണ്? ഇവിടുത്തെ ആരില്ല, she's just a kitchen, എന്താണ്? she's just a kitchen maid, വെറും ഒരു സെർവന്റ്, അടുക്കളക്കാരി, ജോലിക്കാരിയാണ് അവള്. They took away her pretty dresses and forced her to put on an old grey one. They also gave her wooden shoes to wear. അപ്പോ അവരെന്ത് ചെയ്തു? സിൻഡ്രല്ലയിൽ വന്ന് പറഞ്ഞു മാറി നിൽക്കുക അങ്ങോട്ട് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? സിൻഡ്രല്ലയുടെ നല്ല അടിപൊളി നല്ല പ്രിറ്റി ക്യൂട്ട് ഡ്രസ്സ് ഒക്കെ എടുത്ത് എന്ത് ചെയ്തു? അവർക്ക് സ്വന്തമാക്കി. സിൻഡ്രല്ലയുടെ നല്ല നല്ല ചെരുപ്പ് ഷൂസ് ഒക്കെ എന്താണ് എടുത്തു മാറ്റി. സിൻഡ്രല്ലയ്ക്ക് ഉറപ്പുള്ള മരത്തിന്റെ ഒരു ഷൂസ് അങ്ങ് കൊടുത്ത് ചവിട്ട് ഇതെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? പുട്ട് ഓൺ ദിസ്, വെയർ ദിസ് എന്ന് പറഞ്ഞിട്ട് അതും കൊടുത്ത് അവരെന്ത് ചെയ്തു? സിൻഡ്രല്ലയ്ക്ക് ഒരു ഗ്രേ കളർ, മുഷിഞ്ഞ ചേറുള്ള കളറുള്ള ഡ്രസ് എന്ത് ചെയ്തു? സിൻഡ്രല്ലയ്ക്ക് കൊടുക്കാണ്. സിൻഡ്രല്ലയുടെ ലൈഫ് ഒറ്റയടിക്കാണ് എന്ത് ചെയ്യുന്നത്? മാറുന്നതിലെ. നോക്കിയേ നിങ്ങള്, the stepsisters laughed at her and sent her to the kitchen. അതും പറഞ്ഞ് നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് എന്താണ്? അവരങ്ങനെ ചിരിക്കാണ്, എന്ന് പറഞ്ഞ് ആര് ചിരിക്കാണ്? the step sisters, they were laughing. അങ്ങനെ ചിരിച്ച് യക്ഷി ചിരിച്ച് എന്താണ്? അവർ സിൻഡ്രല്ല എങ്ങോട്ടേക്ക് പറയുമെന്നോ? push into the kitchen. എങ്ങോട്ടേക്ക് പുഷ് ചെയ്യുന്നു? കിച്ചണിലേക്ക്, അടുക്കളയിലേക്ക് പറഞ്ഞയച്ചു. എന്ന് പറഞ്ഞാൽ എന്താണ്? സിൻഡ്രല്ലയെ അവരുടെ വീട്ടിലെ ജോലിക്കാരിയാക്കി. though she was made to do heavy work from morning to night, get up early in the morning, draw water, make the fire, cook and wash. Okay, രാവിലെ സിൻഡ്രല്ല എന്ത് ചെയ്യും? early in the morning എന്ന് പറഞ്ഞാൽ രാവിലെ എന്ത് ചെയ്യും? എണീച്ചിട്ട് എന്ത് ചെയ്യും? വെള്ളം കോരണം, draw water, fire, തീ കത്തിക്കണം, കുക്ക് ചെയ്യണം, വാഷ് കഴുകണം, സ്വീപ് അടിച്ചു വാരണം, ക്ലീൻ വൃത്തിയാക്കണം. ഇതൊക്കെ ആര് ചെയ്യണം? നമ്മുടെ സിൻഡ്രല്ല ചെയ്യണം. And she had no bed to lie upon. in the evenings, വൈകുന്നേരം ആവുമ്പോഴേക്കും എന്താകും? നമ്മുടെ സിൻഡ്രല്ല she was quite tired after the day's hard work. വൈകുന്നേരം ആവുമ്പോഴേക്കും സിൻഡ്രല്ല എന്താകും? ആകെ ക്ഷീണിച്ചു. she becomes എന്താണ്? very tired അല്ലേ? ഒരു ദിവസത്തെ അത്രയും ജോലി എടുത്തിട്ട് എന്താണ്? she becomes very tired. And she had no bed to lie upon. She had to rest on the hearth among the cinders. She always looked dusty and dirty as she slept in the cinders, so they named her Cinderella. അപ്പൊ അവൾ എപ്പോഴും എവിടെയായിരുന്നു കിടക്കാറ്? സോ അവൾക്ക് എന്താ പറയുന്നത് ഇവിടെ? അവളെ സംബന്ധിച്ച് എന്താണ്? ഒരു ബെഡൊന്നും ഇല്ലായിരുന്നു കിടക്കാനുള്ള, നല്ല ബെഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവൾ എന്ത് ചെയ്യും? എപ്പോഴും നോക്ക്, അല്ലേ? അവൾ എവിടെയൊക്കെ എടുക്കാം? നോക്കി ഇവിടെ ഹേർത്ത്, അല്ലേ? ഹേർത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണ് തണുപ്പത്ത് നമ്മൾ തീ കായ്ക്കുന്ന ഒരു സാധനം ഇല്ലേ? അത് നമ്മൾ എന്ത് പറയാ? ഹേർത്ത് എന്ന് പറയാം. ആ ഹേർത്തിലുള്ള അതിന്റെ അടുത്താണ് നമ്മൾ എന്ത് ചെയ്യുക? കരി. സിൻഡർ എന്ന് പറഞ്ഞാൽ എന്താ? കരി, ചാരം. ആ ഒരു ചാരമില്ലേ? അതിന്റെ അടുത്താണ് അവൾ എന്ത് ചെയ്യുക? കിടക്കാം. അതുകൊണ്ട് തന്നെയാണ് അവളെ പേര് എന്തായി വന്നത്?
സിൻഡ്രല്ല ആയിട്ട് പേര് വന്നത്. ഷീ ഓൾവേസ് ലുക്ക്ഡ് ഡസ്റ്റി ആൻഡ് ഡർട്ടി. കരി പിടിച്ച സ്ഥലത്ത് കിടന്ന ആരെങ്കിലും പിന്നെ ഇസ്തിരി മാറ്റി വന്നതുപോലെ ഉണ്ടാവോ? ഉജാല മുക്കി വന്നതുപോലെ ഉണ്ടാവോ? ഒരിക്കലും ഇല്ല. കരി ഉള്ളിടത്ത് കിടന്ന് എന്തുണ്ടാകും? നമ്മുടെ ഡ്രസ്സൊക്കെ ഇറ്റ് വിൽ ബി ഡസ്റ്റി ആൻഡ് ഓൾസോ ഡർട്ടി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആൻഡ് ഷീ സ്ലെപ്റ്റ് ഇൻ ദ സിൻഡർ സോ ദേ നെയിംഡ് ഹർ സിൻഡ്രല്ല. അങ്ങനെ കരിയിൽ കിടന്ന് കരി മീൻസ് എന്താണ്? കരിഞ്ഞത് കേട്ടോ. തീ കത്തിച്ച് നമ്മുടെ കരി ഉണ്ടാവൂലേ, ആ കരിഞ്ഞതിന്റെ അടുത്ത് കിടന്ന് ആ കുട്ടിയെ അവര് വിളിച്ചോ സിൻഡ്രല്ല എന്ന് വിളിച്ചോ. ഇപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക് സിൻഡ്രല്ല എന്നുള്ള പേര്? ഹൗ ഡിഡ് ഷീ ഗെറ്റ് എന്നുള്ളത്, എങ്ങനെയാണ് കിട്ടുന്നത്? ഓക്കെ, പാവം സിൻഡ്രല്ല, സിൻഡ്രല്ല എന്നെ പോലെ വളരെ പാവം കുട്ടി ആയതുകൊണ്ട് എല്ലാം ക്ഷമിച്ചു. സിൻഡ്രല്ല അല്ലെ, അവൾ നല്ലൊരു കുട്ടി ആയതുകൊണ്ട് എല്ലാം ക്ഷമിച്ചു. അടുത്തത് നോക്കാം നമുക്ക്. ദ മാജിക് ബിഗിൻസ്. അങ്ങനെ സിൻഡ്രല്ല ഒരുപാട് കാലമായിട്ട് ഇതേപോലെ കഷ്ടപ്പാട് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ട് വന്നിരിക്കാം. അങ്ങനെ ഒരു ദിവസം സിൻഡ്രല്ലയുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുന്നു. ദ മിറാക്കിൾ ഹാപ്പനിങ്, ദ മാജിക് ബിഗിൻസ് എന്നാണ് പറയുന്നത്. One day the young prince of the land invited all the young girls of the kingdom to a ball, planning to choose his princess from amongst them. അങ്ങനെ ഒരു ദിവസം ആ രാജ്യത്തെ അവിടുത്തെ പ്രിൻസ് രാജകുമാരൻ എന്ത് ചെയ്യുന്നു? എല്ലാ ചെറിയ പെൺകുട്ടികൾ മീൻസ് എന്താണ്? കല്യാണ പ്രായത്തിലെ പെൺകുട്ടികളൊക്കെ അവന്റെ കൊട്ടാരത്തിൽ ബോൾ എന്ന് പറഞ്ഞാൽ എന്താ? കളിക്കുന്ന ബോൾ അല്ല, ദ ഡാൻസിങ് റൂം. കൊട്ടാരത്തിൽ വിശാലമായിട്ട് നമ്മൾ ഡാൻസ് ചെയ്യുന്ന റൂമിൽ നമ്മൾ എന്താ പറയുക? ബോൾ എന്ന് പറയും. അങ്ങോട്ടേക്ക് ക്ഷണിച്ചു. എന്തിനാ ക്ഷണിച്ചത്? വെറുതെ അല്ല. He wanted to select his princess. അദ്ദേഹത്തിന്റെ രാജകുമാരിയെ കണ്ടുപിടിക്കണമായിരുന്നു. അദ്ദേഹത്തിന് രാജകുമാരി കിട്ടാൻ വേണ്ടി ക്ഷണിച്ചു. Cinderella sisters were delighted on hearing this invitation. Cinderellയുടെ സിസ്റ്റേഴ്സ്, ആ ദുഷ്ട സിസ്റ്റേഴ്സ് എന്താണ്? ഈ ക്ഷണം കിട്ടിയത് അവരെന്താണ്? They were very happy. They were delighted. Delighted പറഞ്ഞാൽ എന്താ? Happiness, സന്തോഷം. They selected their best gowns, they dressed their hairs, but they were not taking Cinderella with them. അങ്ങനെ അവരുള്ളതിൽ വെച്ചിട്ട് അടിപൊളി ഗൗണൊക്കെ ഇട്ട്, മുടിയൊക്കെ നല്ല ചെത്തില് വരെ ഗൗണൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യാണ്? They are going to live. അവർ കൊട്ടാരത്തിലേക്ക് പോവാണ്. But they did not take Cinderella with them. അവർ എന്ത് ചെയ്തില്ല? സിൻഡ്രല്ലയെ കൂടെ എടുത്തില്ല. They did not take Cinderella with them. You can go when beggars hold a ball. അപ്പൊ സിൻഡ്രല്ല ഇങ്ങനെ നോക്കി നിൽക്കാം. പാവ സിൻഡ്രല്ല ഷോയിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്നു, തലയിൽ താത്തി വിഷമിച്ച്. സിൻഡ്രല്ലയോട് എന്താ പറയുന്നത് സിസ്റ്റേഴ്സ്? യു ക്യാൻ ഗോ, നിനക്കും പോകാം. പക്ഷെ എപ്പോഴാണ്? when the beggars ജയൻ പറഞ്ഞതുപോലെ we are not beggars എന്ന് പറയുന്നത് പോലെ അല്ലെ. അപ്പൊ beggars എന്ന് പറഞ്ഞത് പിച്ചക്കാര്, പാവപ്പെട്ടവര്, അവരൊരു ഡാൻസ് പരിപാടി, അവരൊരു എന്താണ് നൃത്തം, അതിലേക്ക് അവർ ക്ഷണിക്കുമ്പോ പിച്ചക്കാരെങ്കിൽ പാവപ്പെട്ടവര്, സാധുക്കൾ ഒരു ഡാൻസ് വെക്കുമ്പോ അല്ലെങ്കിൽ ഒരു ഇൻവിറ്റേഷൻ തരുമ്പോ നിനക്ക് പോകാം എന്ന് പുച്ഛിച്ച് തള്ളി നമ്മുടെ സിൻഡ്രല്ലയെ. പാവം സിൻഡ്രല്ല നോക്കിയേ. they told her, comb our hair, brush our shoes, and make our buckles fast. We're going to the princess ball. When she heard this, Cinderella could not help crying, for she too liked to go to the party. She begged her stepmother to take her along. What? You Cinderella? അങ്ങനെ അവള് നമുക്ക് ഭയങ്കര വിഷമങ്ങള് വിഷമിച്ച് കരച്ചിലെടുക്കാൻ പറ്റാതെ അവളെ സ്റ്റെപ്പ് മദറോട് പോയി ചോദിച്ചു, അമ്മേ പ്ലീസ് എന്നെ കൂടി ഒന്ന് കൊണ്ടുപോകോ? അമ്മ വാസ് ഷൗട്ടിങ്. അമ്മ എന്ത് ചെയ്തു? ഷൗട്ട് ചെയ്തിട്ട് അമ്മ പറഞ്ഞു, വാട്ട് ഈസ് ദിസ് Cinderella? എന്താണ് കുട്ടി പറയുന്നത്? No, never, ഒരിക്കലും ഇല്ല അല്ലേ. What you Cinderella? എന്താണ് നീ Cinderella ഈ പറയുന്നത്? In all your dust and dirt, see, look at you. എന്താ നിന്റെ അവസ്ഥ കുട്ടി? You are in dust അല്ലേ. നീ എന്താ ഫുള്ള് പൊടിയിലാണ്. Your dress is with dirt. നിന്റെ ഡ്രസ് ഫുൾ എന്താണ്? ഡേർട്ട്, കച്ചറയാണ്, മുഷിഞ്ഞിട്ടുണ്ട്. Next one, നോക്കൂ. You had no dress and no shoes. You want to dance. നിനക്കൊരു നല്ല ഡ്രസ് ഉണ്ടോ? Cinderella, do you have a good dress? Do you have a beautiful gown? Do you have any shoes? നിനക്കൊരു pair of shoes ഉണ്ടോ? ഡ്രസ് ഉണ്ടോ? ഗൗൺ ഉണ്ടോ? How will you dance? ഈ ഒരു മുഷിഞ്ഞ കീറിയ ഡ്രസ് ഇട്ടിട്ടാണോ നീ ഡാൻസ് ചെയ്യാൻ പോകുന്നത്? She turned her back to Cinderella and hurried later out with her two proud daughters. നിനക്ക് ഒരു ഡ്രസ് ഉണ്ടോ, ഗൗൺ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്ത് ചെയ്യണം? സിൻഡ്രല്ലയുടെ അമ്മ എന്ത് ചെയ്തു? ഇങ്ങ് മാറി, വഴി മാറുന്ന പറഞ്ഞ എന്താ തിരിച്ചങ്ങ് നടന്നു അല്ലേ. ഒന്നിങ്ങനെ മുടിയൊക്കെ അങ്ങോട്ട് ആക്കി എന്ത് ചെയ്തു? സിൻഡ്രല്ലയുടെ നമ്മുടെ സ്റ്റെപ്പ് മദർ എന്ത് ചെയ്തു? അവരുടെ രണ്ട് മക്കളെ കൂട്ടി എന്ത് ചെയ്തു? They left the home. അവർ ആ വീട് അങ്ങ് വിട്ടു പോയി. Poor Cinderella. When Cinderella lost sight of them, she felt very sad. അങ്ങനെ അവരിങ്ങനെ പോകുന്നു നോക്കി സിൻഡ്രല്ല എന്ത് ചെയ്തു? സിൻഡ്രല്ല ഇങ്ങനെ നിന്ന് നോക്കി.
അങ്ങനെ സിൻഡ്രല്ല എന്താണ് അത് നോക്കി ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോ അവർ പോയി കഴിഞ്ഞപ്പോ സിൻഡ്രല്ല വാസ് ഫീലിംഗ് വെരി സാഡ്. സിൻഡ്രല്ലയ്ക്ക് എന്താണ് ഭയങ്കര വിഷമമാണ്. ഓക്കെ, ഷീ ഫെൽ വെരി സാഡ്, ഷീ സ്റ്റാർട്ടഡ് ക്രൈ. അങ്ങനെ അവൾ എന്ത് ചെയ്യാണ്, ഭയങ്കര ഇങ്ങനെ കരയാൻ തുടങ്ങി. ടീയേഴ്സ് റോൾ ഡൗൺ ഹെർ ചീക്ക്, കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീരൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി. ഷീ തോട്ട് ഓഫ് എ ന്യൂ ഓൺ മദർ അല്ലേ. സോ ദാറ്റ് ടൈം സിൻഡ്രല്ല വാസ് മിസ്സിംഗ് ഹെർ മദർ. ആ സമയത്ത് സിൻഡ്രല്ല സ്വന്തം അമ്മയെ കുറിച്ച് ചിന്തിച്ചു. അവളുടെ മരിച്ചു പോയ പാവം അമ്മയില്ലേ, ആ അമ്മയെ കുറിച്ച് സിൻഡ്രല്ല ആലോചിച്ചു. അങ്ങനെ ആലോചിച്ച സമയത്ത് ഇഫ് മൈ മദർ ഹാഡ് ബിൻ അലൈവ്, അവളിങ്ങനെ സ്വയം പറയാണ്, ഇഫ് മൈ മദർ ഹാഡ് ബിൻ അലൈവ്, എന്റെ അമ്മ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഷീ വുഡ് ഹാവ് സെൻഡ് മീ ടു ദ ബോൾ, അവരെന്നെ ഈ ബോൾ, ഈ നൃത്തം കളിക്കുന്ന ആ ഒരു ഹാളിലേക്ക്, ആ സ്ഥലത്തേക്ക്, ഇഫ് ഷീ ഹാഡ് ബിൻ അലൈവ്, എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഷീ വുഡ് ഹാവ് സെൻഡ് മീ, അമ്മ എന്നെ പറഞ്ഞേക്കുമായിരുന്നു. ശരിയല്ലേ? യെസ്, ശരിയാണ്. ശരിയല്ലേ? ഇസ് ഇറ്റ് ക്ലിയർ? മിസ് പറയുന്നത് ക്ലിയർ ആണോ? അപ്പി ചാർജ് ഇല്ല, ചാർജർ. സോ എല്ലാവർക്കും ക്ലിയർ അല്ലേ? Suddenly she heard a voice. അങ്ങനെ അതും പറഞ്ഞ് വിഷമിച്ച് കരഞ്ഞിരിക്കുന്ന നമ്മുടെ സിൻഡ്രല്ല, എന്റെ അമ്മയുണ്ടായിരുന്നുവെങ്കിൽ അമ്മ എന്നെ പറഞ്ഞേക്കുമായിരുന്നു എന്ന് വിഷമിച്ച് കരഞ്ഞിരിക്കുന്ന നമ്മുടെ സിൻഡ്രല്ല. അങ്ങനെ എന്റെ ചേട്ടയുടെ യെസ്, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉണ്ട് ഒരു ശബ്ദം. തണുത്ത കാറ്റടിച്ചു അല്ലേ, തണുത്ത കാറ്റൊക്കെ ഇങ്ങനെ അടിച്ചു. ദേ വരുന്നൊരു ശബ്ദം. You certainly go to the ball. I'm your fairy godmother. Hey daughter, my girl, my little girl, you will certainly go to the ball. നീ തീർച്ചയായിട്ടും ആ ഹാളിലേക്ക് പോകും. You will certainly go to the palace. നീ എങ്ങോട്ടേക്ക് പോകും? തീർച്ചയായിട്ടും നീ ആ പാലസിലേക്ക് പോകും. I'm your fairy godmother. Who came there? It was her fairy godmother. Cinderella turned around. She saw a fairy standing in front of നല്ല ഭംഗിയുള്ള ഒരു മാലാഖ. ഫെയറി എന്ത് ചെയ്യുന്നു? സിൻഡ്രല്ല തിരികെ നോക്കിയപ്പോൾ ആരാണിത് പറഞ്ഞു നോക്കിയപ്പോ എന്താണ്, നല്ല ഭംഗിയുള്ള, നല്ല ചുവന്നു തുടുത്ത, നല്ല ചിറകുള്ള നല്ലൊരു മാലാഖ എന്ത് ചെയ്യുന്നു? ഫെയറി സ്റ്റാൻഡിങ് ദർ. നോക്കൂ നിങ്ങള്, ഫെയറി സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഹർ. I am the queen of fairies. ഞാൻ ആരാണ്? I am the queen. ഞാൻ രാജ്ഞിയാണ്, ഫെയറീസിന്റെ രാജ്ഞിയാണ് ഞാൻ. നോക്കൂ, I will send you to the ball. നിന്നെ ഞാൻ എങ്ങോട്ടേക്ക് പറഞ്ഞേക്കും? I will send you to the ball. Hey little girl, I will send you to the ball. നോക്കൂ നിങ്ങൾ, she went with Cinderella into a chamber and told her, run into the garden and bring me a pumpkin. സോ സിൻഡ്രല്ലയുടെ കൂടെ എന്താ, സിൻഡ്രല്ല ഇരിക്കുന്ന റൂമിലേക്ക് പോയിട്ട് എന്ത് പറയാണ്? യു കം ഹിയർ, യു ഗോ ടു ദ ഗാർഡൻ. നീ എങ്ങോട്ടേക്ക് പോകണം? നീ നിന്റെ ഗാർഡനിലേക്ക് പോകണം. ആൻഡ് ബ്രിങ് മീ എ പംകിൻ. നീ എനിക്ക് എന്ത് കൊണ്ടുതരണം? നീ എനിക്കൊരു പംകിൻ കൊണ്ടുതരണം. നോക്കിയേ നിങ്ങള്, സിൻഡ്രല്ല went immediately to gather the finest pumpkin she could get and brought it to her godmother. സിൻഡ്രല്ല എന്താണ്, ഓടിപ്പോയി ഗാർഡനിലേക്കുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല പംകിൻ എന്ത് ചെയ്തു? ഗോഡ് മദറിന് വേണ്ടി എടുത്തു കൊണ്ടുവന്നു. She could not imagine how this pumpkin could help her to go to the ball. അവൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഈ പംകിൻ, അവൾ ഗാർഡനിൽ എടുത്തു കൊണ്ടുവന്ന ഈ പംകിൻ എങ്ങനെയാണ് അവളെ കൊണ്ടിട്ട് രാജകൊട്ടാരത്തിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളത്. Cinderella never thought. She was thinking, what this pumpkin can do to me? ഈ പംകിൻ എന്നെ എങ്ങനെ സഹായിക്കും? How this pumpkin will help me? ഈ പംകിൻ എന്നെ എങ്ങനെ സഹായിക്കും? She was worried. She was thinking about that. She was curious to know that. അങ്ങനെ എന്ത് സംഭവിക്കുന്നു? സിൻഡ്രല്ല പംകിൻ കൊടുക്കുന്നു. ദാ queen fairy, accept you and a pumpkin. നോക്കൂ, she could not imagine how this pumpkin could help her to go to the ball. The fairy waved a magic wand over the pumpkin. fairy എന്ത് ചെയ്യുന്നു? ഉടനെ ആ പംകിന് ഒരു മാജിക് വാൻഡ് എടുക്കുന്നു. വാൻഡ് എന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള കോലുകളില്ലേ, നമ്മുടെ ഹാരി പോട്ടർ വീശത്തില്ലേ, ആ വീശുന്നതാണ് എന്ത് പറയുന്നത്, നമ്മൾ വാൻഡ് എന്ന് പറയുന്നത്, മാജിക് സ്റ്റിക്ക്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുന്നു? ആ പംകിൻ എടുക്കുന്നു. പംകിന്റെ മേലിൽ നമ്മുടെ ഫെയറിക്ക് ഒരൊറ്റ വീശു. ഓക്കെ, രണ്ട് മൂന്ന് മന്ത്രങ്ങൾ ചൊല്ലി എന്ത് ചെയ്യുന്നു? ഒരു വീശൽ. ഓക്കെ, നെക്സ്റ്റ് വൺ. Suddenly the pumpkin changed into a red coach. ഉടനെ ആ പംകിൻ എന്താകുന്നു? ഒരു റെഡ് കോച്ച് ആകുന്നു. റെഡ് കോച്ച് എന്ന് പറയുന്നത് നമ്മുടെ ട്രെയിനിന്റെ കോച്ചൊക്കെ എന്ന് പറയില്ലേ, അതേപോലെ റെഡ് കോച്ച് ആകുന്നു. നല്ല ചുവന്ന നിറമുള്ള എന്താ പറയുന്നത്, നമുക്ക് പോവാൻ യാത്ര ചെയ്യാൻ പറ്റുന്ന വണ്ടിയായി മാറുന്നു. Then the fairy said, you will travel in this coach to the palace. അങ്ങനെ അവൾക്ക് കയറി സഞ്ചരിക്കാനുള്ള ഒരു വണ്ടിയായിട്ട് അത് മാറുന്നു. നിനക്ക് ഇതിൽ കയറി എന്താണ്? You will
will go to the palace. നീ ഇതിൽ കയറി എങ്ങോട്ട് പോകും? നീ കൊട്ടാരത്തിലേക്ക് നിനക്ക് പോകാം. Then okay, but we must have horses to draw it. So എന്ത് വേണം ഇത് ഓടണമെങ്കിൽ? നമുക്ക് എന്ത് വേണം? ഹോഴ്സസ്, കുതിരകൾ വേണം. There is a mouse trap in the backyard of your house. നിന്റെ എവിടെ ഉണ്ട്? ബാക്കിൽ എന്തുണ്ട്? എലികളുണ്ട് വീടിന്റെ. കൊണ്ടുവാ, ബ്രിങ് ഇറ്റ് ടു മീ. മൗസ് ട്രാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? എലിപ്പെട്ടി. എലിയെ പിടിക്കാനുള്ള, എലിയെ പിടിച്ച് കശാപ്പ് ചെയ്യാനുള്ള, എലിയെ പിടിക്കാനുള്ള ഒരു എലിപ്പെട്ടിയുണ്ട്. ഇങ്ങെടുത്ത് കൊണ്ടുവാ എന്ന് ആര് പറയാണ്? നമ്മുടെ ക്വീൻ ഫെയറി പറയാണ്. Bring it to me. കൊണ്ടുവാ എന്റെ അടുത്തേക്ക്. Cinderella went out and brought the mouse trap. Cinderella പോയി എന്ത് ചെയ്യുന്നു? മൗസ് ട്രാപ്പ് കൊടുക്കുന്നു. The queen fairy accept my mouse trap. Actually this is not mouse trap, this is my phone. Okay, now there were 6 mice in it. അതിൽ ദേ നോക്കുമ്പോൾ 6 എലിക്കുഞ്ഞുങ്ങൾ. എന്താണ് അതിലുള്ളത്? 6 എലിക്കുട്ടികൾ. 6 എലികളാണെന്ന് മൈസ് അതിലുണ്ട്. The fairy waved the magic wand over it and all the mice were turned into 6 white horses. അങ്ങനെ വീണ്ടും എന്താണ്? എലിപ്പെട്ടി കൊണ്ടുവന്നു. തൽക്കാലം എന്റെ ഫോണാക്കാൻ നമ്മുടെ എലിപ്പെട്ടി കൊണ്ടുവന്നപ്പോൾ സിൻഡ്രല്ലയോട് ക്വീൻ ഫെയറി പറഞ്ഞു, നോക്കൂ. അപ്പൊ അതിലെന്താണുള്ളത്? വാട്ട് വാസ് ഇൻ ഇറ്റ്? അതിലെന്തുണ്ട്? 6 എലിക്കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. 6 എലിക്കുഞ്ഞുങ്ങൾ ഉണ്ടായപ്പോൾ നമ്മുടെ ക്വീൻ ഫെയറി എന്ത് ചെയ്തു? ദേ വീശുന്നു. ഫുൾ വീശൽ. വീശി കഴിഞ്ഞപ്പോ എന്താണ്? എഗെയിൻ ആ മാജിക് വാൻഡ് ഉപയോഗിച്ച് അത് വീശി കഴിഞ്ഞപ്പോൾ എന്ത് വന്നു? ആ എലിക്കുഞ്ഞുങ്ങൾക്ക് എന്തായിട്ട് മാറി? They turned into white horses. വെള്ള കുതിരകളായിട്ട് മാറി. ഓക്കെ, വെള്ള കുതിരകളായിട്ട് മാറി. Looking at the coach and the horses, the fairy said, now we have a coach to travel in and 6 horses to draw it. അങ്ങനെ നമ്മുടെ അതിനെ നോക്കി നമ്മുടെ വെള്ള കുതിരകൾ പറയാണ്, now we have a coach to travel in, then 6 horses to draw it, but we haven't any footmen. നമുക്ക് എന്തില്ല? നമുക്കൊരു സഞ്ചാരി, ഒരു സെക്യൂരിറ്റി ഇല്ല, ഒരു ഫുട്മെൻ ഇല്ല. അത് സിൻഡ്രല്ലനെ പിടിച്ചിങ്ങനെ കൊണ്ടുപോകണ്ടേ? കാലൊക്കെ എടുത്ത് വെച്ച് നമ്മുടെ ബാഹുബലി ഇങ്ങനെ നസേ സിനിമയിൽ അവളിങ്ങനെ ഷോൾഡറിൽ കൂടെ നടക്കുന്ന പോലെ ഒരു ഫുട്മെൻ വേണ്ടേ അവളെ സപ്പോർട്ട് കൊണ്ടുപോകാൻ? We do not have any footmen. Okay, next one, go again into the garden and you will find 6 lizards behind the watering pot. ഈ ക്വീൻ ഫെയറിക്ക് സിൻഡ്രല്ലന്റെ വീട് നല്ലോണം, സിൻഡ്രല്ലന്റെ വീടിന്റെ ബാക്കിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നല്ലോണം അറിയാം. അങ്ങനെ വീണ്ടും ക്വീൻ ഫെയറി എന്ത് പറയുന്നു? പോകൂ, നിന്റെ വീടിന്റെ പിന്നിലേക്ക് പോകൂ. ഗോ ചൈൽഡ്, നീ നിന്റെ വീടിന്റെ പിന്നിലേക്ക് പോകൂ. ഗോ അഗൈൻ ഇൻ ടു ദ ഗാർഡൻ ആൻഡ് യു വിൽ ഫൈൻഡ് 6 lizards. സോറി, വീടിന്റെ പിന്നിലേക്ക് അല്ല കേട്ടോ, വേറെ സോറി, ഗാർഡനിലേക്കാണ്. നീ വീണ്ടും എങ്ങോട്ടേക്ക് പോകൂ? ഗോ ടു യുവർ ഗാർഡൻ. നീ ഗാർഡനിലേക്ക് പോകൂ. അവിടെ നിനക്ക് എന്ത് കാണാം? 6 lizards, 6 പല്ലികളെ കാണാം. ഓക്കെ, എന്തിനെ കാണാം? 6 പല്ലികളെ കാണാം. ബിഹൈൻഡ് ദ വാട്ടറിംഗ് പോട്ട്. കണ്ടു, പല്ലി എവിടെയുണ്ടെന്ന് പോലും നമ്മുടെ ഫെയറി ക്വീൻ അറിയാം. വാട്ടറിംഗ് പോട്ട് എന്ന് പറയുന്നത് വെള്ളം നിറച്ചു വെച്ച കുടത്തിന്റെ പിന്നിൽ ദേ നിൽക്കുന്നു 6 പല്ലികൾ. കൊണ്ടുവായോ അവരെ എന്ന് പറയാണ്. ബ്രിങ് ദം, കൊണ്ടുവാ അവരെ. When Cinderella brought the lizard, അങ്ങനെ സിൻഡ്രല്ല ഓടി പോകുന്നു, സ്ലോ മോഷനിൽ ഓടിപ്പോയി നാണത്തോടു കൂടി 6 പല്ലി കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു? എടുത്തു കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നു? ദേ കൊടുക്കുന്നു നമ്മുടെ ക്വീൻ ഫെയറിക്ക്. ക്വീൻ ഫെയറിക്ക് കൊടുത്തപ്പോൾ ക്വീൻ ഫെയറി എന്ത് ചെയ്യുന്നു? ദ ഫെയറി ചേഞ്ച് ദം ഇൻടു ഫുട്മെൻ. വീണ്ടും എന്ത് ചെയ്യുന്നു? 6 പല്ലി കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നപ്പോൾ വീണ്ടും നമ്മുടെ ക്വീൻ ഫെയറി ശരവടേ എന്ന് പറഞ്ഞിട്ട് മാജിക് വാൻഡ് എന്താണ്? വീശുന്നു. വീശി കഴിഞ്ഞപ്പോൾ ദേ ടേൺ ഇൻടു ഫുട്മെൻ. അവരാരായി മാറുന്നു? ഫുട്മെൻ ആയി മാറുന്നു. ഈസ് ഇറ്റ് ക്ലിയർ മക്കളെ? ഈസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? ഓ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അപ്പൊ എല്ലാവർക്കും സെറ്റല്ലേ? സിൻഡ്രല്ല ചാപ്റ്റർ സെറ്റല്ലേ? എല്ലാവരും എന്റെ കൂടെ തന്നെയില്ലേ? എടുത്തു വെച്ച് കുറച്ച് കോഴിച്ചാറ്റും കുറച്ച് ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ നടക്കുന്നു ഞാൻ കാണുന്നുണ്ട്. തൽക്കാലം എന്നെ നിങ്ങൾ എന്ത് ചെയ്ത് ഫെയറി ക്വീൻ ആക്കരുത്. ഞാൻ ആ കമന്റ് ബോക്സ് എടുത്ത് ആ കോഴി ചാറ്റ് ചെയ്തവരെ എന്ത് ചെയ്യും? ഐ വിൽ ചേഞ്ച്. ഞാൻ എന്റെ മാജിക് വാൻഡ് ഉപയോഗിക്കുന്നു. ഐ വിൽ വീഷൽ. ഓക്കെ, ഞാൻ വീശുന്നു. ദെൻ ഐ വിൽ ടേൺ ദം ഇൻടു സംതിങ്. ഞാൻ എന്ത് ചെയ്യുന്നു? കോഴി ചാറ്റ് അടിക്കുന്നവരെ സംതിങ് എൽസ് ആക്കി മാറ്റുന്നു. അപ്പൊ എന്റെ പൊന്നു മക്കൾ എന്ത് ചെയ്യുക? അത് നിർത്തി ഇങ്ങ് ശ്രദ്ധിക്കൂ. ഓക്കെ, സോ എന്താണ് അങ്ങനെ നമ്മൾ അടുത്തത് നോക്കൂ ഇവിടെ.
യെസ്, അങ്ങനെ നോക്കൂ ഇവിടെ. When Cinderella brought Lizard, the fairy changed them into footmen. The footmen bowed at her. They wore blue and yellow clothes. Cinderella was very happy to see them, but she became sad when she looked at her clothes. But I cannot go in this rag, she said. അങ്ങനെ അവൾ എന്ത് പറയാണ്? എനിക്ക് ഈ മുഷിഞ്ഞ ഡ്രസ്സിൽ എന്ത് ചെയ്യാൻ പറ്റൂല, എനിക്ക് പോവാൻ പറ്റൂല. ഓക്കെ, ശരിയല്ലേ? ശരി. ഓക്കെ, നോക്കൂ നിങ്ങള് അടുത്ത ശ്രദ്ധിക്കോ, അടുത്ത ശ്രദ്ധിക്കണേ. ആരെവിടെ ഫുഡ്മാൻ എന്ന് പറഞ്ഞ പല്ല് കടിച്ചത്? ഫുഡ്മാൻ എന്ന് പറഞ്ഞ എന്താണ്? സെക്യൂരിറ്റി എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. എടാ, നമ്മളൊരു ഫിലിം സ്റ്റാർ, ഇപ്പൊ മമ്മൂട്ടി വരുമ്പോൾ, ഇപ്പൊ ഞാൻ നിങ്ങളൊക്കെ വരുമ്പോൾ എന്താണ്, നമ്മളൊക്കെ ഇങ്ങനെ സാധാരണ ഒറ്റയ്ക്ക് വരും റോഡിന് നടുവ് കൂടെ. മമ്മൂട്ടി വരുമ്പോൾ നമ്മളെ മാതിരി ഒറ്റയ്ക്ക് നടന്നു വരുമോ? ഇല്ല. മമ്മൂട്ടി വരുമ്പോ എങ്ങനെയാണ്, 4-5 കൂടെ നിന്ന് മമ്മൂട്ടി നെഞ്ചൊക്കെ വിരിച്ച് ഒന്നിങ്ങനെ നടന്നു വരൂലേ? ആദ്യം ഇപ്പൊ കൂടെ നിൽക്കുന്ന പരിചാരകർ, സെക്യൂരിറ്റി, നമ്മള് ബടൻ എന്നൊക്കെ പറയില്ലേ, അത് നമ്മൾ എന്താണ്, നമ്മുടെ ബോഡി ഗാർഡ് സിനിമയില്ലേ ദിലീപിന്റെ, അതിൽ വാട്ട് വാസ് ഹി വാസ് ബോഡി ഗാർഡ്, നോ? അത് തന്നെ. അതേപോലെ സൽമാന്റെ ബോഡി ഗാർഡ് സിനിമയിൽ സൽമാൻ വാസ് ബോഡി ഗാർഡ്, നോ? ദാറ്റ് ഈസ് എന്താണ്, ഫുഡ്മാൻ. മനസ്സിലായോ? മനസ്സിലായോ? യെസ്, അതന്നെ. ഓക്കെ, സെറ്റ്. അങ്ങനെ നോക്കൂ, അങ്ങനെ ഫുഡ്മാനുമായി. ഓക്കെ, the fairy touches Cinderella with her magic wand. Her rags changed into beautiful clothes of silk and gold. അങ്ങനെ വീണ്ടും അവളുടെ ഡ്രസ്സ്, ആ മുഷിഞ്ഞ പഴംതുണി, റാഗ് എന്ന് പറഞ്ഞാൽ ആ പഴംതുണി കീറി മുഷിഞ്ഞ ആ ഡ്രസ്സ് എന്ത് ചെയ്യുന്നു, നല്ല അടിപൊളി സിൽക്കിന്റെ ക്ലോത്ത് ആയി മാറുന്നു. Her rags changed into beautiful clothes of silk and gold. There were diamonds in her hair and she wore 2 pretty glass shoes. Then the fairy said, you can go to the ball now, but remember the magic ends at 12 o'clock. You must return home before that time. നോക്കൂ കുട്ടി, എന്താണ് അങ്ങനെ അവളുടെ ഡയമണ്ടും കാര്യങ്ങളൊക്കെ മുഞ്ചത്തിയായി സിൻഡ്രല്ല. ഓക്കെ, സിൻഡ്രല്ല വളരെ സുന്ദരിയായിരിക്കും, നമ്മുടെ ഐശ്വര്യ റായ് പോലെ സുന്ദരിയായി സിൻഡ്രല്ല. അങ്ങനെ സിൻഡ്രല്ലയോട് നമ്മൾ ക്വീൻ ഫെയർ ഒരു കാര്യം പറയുന്നുണ്ട്. സിൻഡ്രല്ല, ഈ പറയുന്ന കാര്യങ്ങൾ, നിന്റെ ഈ വണ്ടി, that pumpkin, that coach, this smile, this horses, this everything, this dress, everything, 12 മണി വരെ എന്ത് ചെയ്യുള്ളൂ, ഇതിങ്ങനെ നിൽക്കുള്ളൂ. സോ 12 മണിക്കുള്ളിൽ നീ എന്ത് ചെയ്യണം, യു ഹാവ് ടു കം ബാക്ക്, നീ തിരിച്ചു വരണം എന്ന് ആര് പറയാണ്? യു മസ്റ്റ് റിട്ടേൺ ഹോം ബിഫോർ ദാറ്റ് ടൈം. നീ എന്ത് ചെയ്യണം, സമയത്തിന് മുൻപ് എന്ത് ചെയ്യണം, നീ കുട്ടി നീ തിരിച്ചു വരണം. അങ്ങനെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോകുന്നു. അങ്ങനെ സിൻഡ്രല്ല എന്താണ്, അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദര സുമുഖയായി സിൻഡ്രല്ല പോവാണ് കൊട്ടാരത്തിലേക്ക്. നോക്കൂ, സിൻഡ്രല്ല went to the ball dressed in wonderful clothes. അങ്ങനെ സിൻഡ്രല്ല എന്താണ്, she went to the ball dressed in wonderful clothes. സിൻഡ്രല്ല നല്ല അടിപൊളി ഡ്രസ് ഒക്കെ ഇട്ട് സിൻഡ്രല്ല ഇങ്ങനെ കുണുങ്ങി 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 എന്താണ്, നടന്ന് എവിടെ എത്തി, കൊട്ടാരത്തിലെ ബോൾ ഹാളിൽ എത്തി. She rode in the red coach. 6 footmen waited on her. In the ballroom she looked like a princess. അങ്ങനെ എന്താണ്, ബോൾ റൂമിലെത്തിയപ്പോൾ സിൻഡ്രല്ല എല്ലാവരുടെ സെന്റർ ഓഫ് ദി അട്രാക്ഷൻ അല്ലേ. നമ്മളെന്താണ്, സൂര്യൻ എന്ന് പറയില്ലേ, സെന്റർ ഓഫ് ദി അട്രാക്ഷൻ. ഓക്കെ, അപ്പൊ സൂര്യനെ പോലെ നമ്മുടെ സിൻഡ്രല്ല എന്താണ്, അവിടെ ഇങ്ങനെ ഉദിച്ച് സുന്ദരിയായി നിൽക്കുന്നു. എല്ലാവരും സിൻഡ്രല്ലയെ നോക്കുന്നു. നോക്കൂ, nothing was then heard but a confused noise. How beautiful she is, how beautiful she is. അങ്ങനെ എല്ലാവരും എന്താണ്, എല്ലാവരും അവിടെ, എല്ലാവരും സിൻഡ്രല്ലയെ ഉറ്റു നോക്കുന്നു. എല്ലാവർക്കും ഒരേ ഒരു കാര്യം മാത്രം പറയാം, how beautiful she is, how beautiful she is. എന്തൊരു ഭംഗിയാണ് അവളെ കാണാൻ, എന്തൊരു ഭംഗിയാണ് അവളെ കാണാൻ, എന്തൊരു ഭംഗി, എന്നാ ரொம்ப അഴകാ ഇருக்கு എന്ന് പറയാണ്. ആ ഹാളിൽ കൂടി എല്ലാവരും നോക്കിയേ നിങ്ങള്. The prince noticed her at once. അപ്പൊ നമ്മുടെ കൊച്ചുകാലൻ രാജകുമാരൻ എന്തുണ്ടായോ, അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. രാജകുമാരനും എന്ത് ചെയ്തു, നമ്മുടെ സിൻഡ്രല്ലയെ ഒന്ന് നോക്കി. ഓക്കെ, രാജകുമാരക്ക് സിൻഡ്രല്ലയെ ഭയങ്കര ഇഷ്ടമായി. He danced only with her. അങ്ങനെ എന്ത് ചെയ്യാണ്, നമ്മുടെ രാജകുമാരനും എന്ത് ചെയ്യാണ്, only danced with Cinderella. സിൻഡ്രല്ലയുടെ കൂടെ മാത്രം എന്ത് ചെയ്തുള്ളൂ, ഡാൻസ് ചെയ്തുള്ളൂ. ഓക്കെ, now her sisters were now jealous of her. അങ്ങനെ ആരുണ്ട് അവിടെ, നമ്മുടെ 2 കുശാഗ്ര ബുദ്ധിക്കാരെ, നമ്മുടെ 2 സിസ്റ്റേഴ്സ് ഉണ്ട് അവിടെ. They got jealous. അവരെന്താണ്, ഭയങ്കര അസൂയക്കാരാണ്. പണ്ടേ കുശുംബി കുന്നായ്മ ഒക്കെ ഉണ്ട്. സോ ദേ ഗോട്ട് ജെലസ് അല്ലേ. അവരെന്താണ്, സിൻഡ്രല്ല ആണെന്നുള്ള അവർക്ക് എന്ത് ചെയ്തില്ല, മനസ്സിലാവുന്നില്ല. അവ ഏതാണ് ഇവൾ, ഏതാണ് ദുഷ്ടത്തി എന്നുള്ള ചിന്തയിൽ ആരും നോക്കാണ്, നമ്മുടെ സിസ്റ്റേഴ്സ് നോക്കാണ്. ദേ ഗോട്ട് ജെലസ് ഓൺ ഹർ, ബട്ട് ദേ ഡിഡ് നോട്ട് റെക്കഗ്നൈസ് Cinderella. They could not recognize it was Cinderella. She went on dancing and forgot about the time. അങ്ങനെ എന്താണ്, she went on dancing. അവൾ എന്താണ്, ഫുള്ള് ഡാൻസ് 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 with your hands. യെസ്, വെനസ്ഡേയുടെ പാട്ടാണ്, എനിക്ക് പെട്ടെന്ന് അതായി പോയി ഓർമ്മ വന്നു. ഓക്കെ, അങ്ങനെ സിൻഡ്രല്ല എന്താണ്, ഡാൻസ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത്
she forgot about the time. അവർ നമ്മുടെ ഫെയറി ക്വീൻ പറഞ്ഞ സമയം എന്തായി, സിൻഡ്രല്ല അങ്ങ് മറന്നുപോയി. Then the clock started to strike 12. ആ സമയത്താണ് നമ്മുടെ ക്ലോക്ക് എന്ത് ചെയ്യുന്നത്, ടിൻ 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 12 മണി അടിക്കുന്നത്. She now remembered the words of the fairy. She bowed to the prince and ran quickly out of the ballroom. She now remembered the word. അപ്പോഴാണ് അവർക്ക് എന്ത് ചെയ്തത്, നമ്മുടെ ഫെയറി ക്വീന്റെ വാക്കുകൾ ഓർമ്മത്. She immediately bowed എന്ന് പറഞ്ഞാൽ നമ്മൾ തല കുടിക്കുന്ന രാജാവിന്റെ മുന്നിലെ she bowed before the prince and she left the ball. ഓടി അങ്ങ് എന്ത് ചെയ്തു, ആ ബോൾ വിട്ടുപോയി. Arriving home, she ran to seek out her grand godmother to tell everything that had happened at the ball. She said that നോട്ട് ചെയ്ത് yes, okay. She ran to seek out her godmother to tell everything that had happened at the ball. She said that she hardly wished that she could go to the ball the next day as well because the prince had invited her. Then her two sisters knocked at the door. Cinderella ran and opened the door. You stayed such a long time, she cried, rubbing her eyes and stretching herself as if she had been sleeping. അങ്ങനെയാണോ ഞാൻ ഓടി വരാം, അപ്പൊ നാളെയും എന്തിട്ടുണ്ട്, പ്രിൻസ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിനെ ആലോചിച്ച് ഇതായി നിൽക്കുന്ന സമയത്താണ് ടെക് 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 എന്നിട്ട് ആര് വാതിൽ മുട്ടുന്നു, നമ്മുടെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് വാതിൽ മുട്ടുന്നു. അങ്ങനത്തെ വാതിൽ എന്ത് ചെയ്യുന്നു, ഷീസ് ഓപ്പണിംഗ് ദ ഡോർ. അങ്ങനെ അവൾ അഭിനയിക്കുകയാണ്, എന്റെ കുറച്ച് കരങ്ങിയത് പോലെ കുറച്ച് വിഷമക്കാരി കണ്ടൊക്കെ ഇങ്ങനെ തിരുമ്മി, അതായത് അവൾ ഉറങ്ങി എഴുന്നേറ്റ് പോലെ എന്താണ് ഇങ്ങനെ ഡോർ തുറന്നു കൊടുത്തു. If you had been at the ball, said one of her sisters, you would not have been tired with it. The finest princess was there, the most beautiful that the mortal eyes have ever seen. നീ ഇങ്ങനെ ഇവിടെ നീ ആ ബോൾ ഹാളിൽ വന്നിട്ടുണ്ടെങ്കിൽ നീ ഇങ്ങനെ ഉറക്കം തൂങ്ങലായിരുന്നു. കാരണം എന്താണ്, അവിടെ there was a princess, there was a beautiful lady, there was a beautiful girl, there was the most beautiful girl I have ever seen. ല്ലേ, ഞാൻ ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി. She was there in the palace, she was there in the ball. അവൾ എവിടെയായിരുന്നു, അവൾ ബോൾ ഉണ്ടായിരുന്നു. ശരിയല്ലേ, നോക്കൂ. Cinderella seemed very indifferent to what they said. Indeed, she asked them the name of the princess, but they told her they did not know. Cinderella smiling replied, she must then be very beautiful indeed. How happy you have been. Could not I see her? Oh, dear sister, do lend me your yellow dress which you wear every day. Yes, to be sure, cried her sister. Let my clothes to such a dirty cinder wench as you are. I should be such a fool. The entire family burst into laughter. അപ്പൊ സിൻഡ്രല്ല പറയാണ്, ഞാൻ കണ്ടിട്ടില്ലല്ലോ ആ പ്രിൻസസിനെ, അപ്പൊ ഞാൻ കാണാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. സിസ്റ്റർ, എനിക്ക് നിങ്ങളുടെ സ്ഥിരം നിങ്ങൾ ധരിക്കുന്ന, നിങ്ങൾ എല്ലാ ദിവസവും വെയർ ചെയ്യുന്ന എന്താണ് ആ മഞ്ഞ ഡ്രസ്സ് ഒന്ന് എനിക്ക് തരും. അപ്പൊ നമ്മുടെ സിസ്റ്റർ പറയണേ, നിന്നെ പോലൊരു എന്താണ് സ്റ്റുപ്പിഡ് ഗേൾ എന്റെ നല്ല ഭംഗിയുള്ള ഡ്രസ്സ് തരേ, നിന്നെ പോലെ എപ്പോഴും ഡേർട്ടി ഡ്രസ്സ് ധരിക്കുന്ന ഒരാൾക്ക് എന്റെ മഞ്ഞ ഗൗൺ തരേ, സ്റ്റുപ്പിഡ് ആണ് നീ എന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കട്ടെ. എന്നെ ഒരു ചെറുക്കൻ പ്രപ്പോസ് ചെയ്തു, ഞാൻ നോ പറഞ്ഞു. എന്താണ് ഇപ്പൊ കഥ? സുരാജ് വികാരം കൂടെ പറഞ്ഞ ഇത് നല്ലൊരു ഇതാണ്, ഇത് നല്ലൊരു ഇതല്ല. ഓക്കെ, all those എന്താണ് ടോക്സ്. ഓക്കെ, otherwise your account will be removed. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റില്ല, എക്സാമിന് പഠിക്കണ്ടേ. ഓക്കെ, നോക്കൂ കുട്ടികളെ എന്ത് ചെയ്യാൻ ഇവരെ കൊണ്ടൊക്കെ. The entire family burst into laughter. അങ്ങനെ മൊത്തം കുടുംബം അത് കടിച്ചിരിക്കുകയാണ്. The next day the two sisters were at the ball and so was Cinderella, dressed even more magnificently than before. The prince was always by her side and never ceased to give her compliments and kind words to her. Cinderella forgot about the time. She thought that it was no later than 11 when she counted the clock striking 12. She jumped up and fled as nimble as a deer. In her hurry, she left one of her glass shoes in the ballroom. അങ്ങനെ വീണ്ടും നെക്സ്റ്റ് എന്താണ്, she wore more beautiful dress and she was looking so cute, she was looking charming, she was looking stunning. She was stunning. അവൾ എന്തൊടുക്കുന്ന ഭംഗി സെൻട്രലിലേക്കല്ലേ. രാജകുമാരാണെങ്കിലോ, what about the prince? The prince was always with her. അവളുടെ കൂടെ മാത്രമാണ് എന്ത് ചെയ്തത്, നമ്മുടെ പ്രിൻസ് നിന്നത്. നോക്കൂ, suddenly the coach became a pumpkin. വീണ്ടും എന്താണ് ബെല്ലടിച്ചു. അങ്ങനെ എന്താണ് നമ്മുടെ കോച്ച് എന്തായി, പംകിൻ ആയിട്ട് മാറി. 12 മണി കഴിഞ്ഞ് സെൻട്രൽ സമയം കഴിഞ്ഞതറിയില്ല, ഉടനെ എല്ലാം മാറാൻ തുടങ്ങിയില്ലേ. The horse turned into mice and the footmen into green lizards. ഫുട്മെൻ എന്തായി, പട്ടാളക്കാരിലെ ഭടന്മാര് പരിചാരകർ എന്തായി, പല്ലിയായി. ഹോഴ്സ് എന്തായി, എലിയായി. Now her clothes became the old rags again. അവളുടെ തുണി എന്തായി, വീണ്ടും പഴയ
തുണിയായിട്ട് മാറി. But the one shoe on her foot was unchanged. ഒരു ഷൂ മാത്രം അവൾ എന്ത് ചെയ്തില്ല, ചേഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു. She reached home before her sisters arrived, so they did not know about her going to the ball. അങ്ങനെ ആരെത്തി ഫസ്റ്റ്? വീണ്ടും സിൻഡ്രല്ല എങ്ങനെ കഷ്ടപ്പെട്ട് എന്ത് ചെയ്ത് സിൻഡ്രല്ല അവിടെ എത്തി. നോക്കൂ, ദി തേർഡ് എന്ന് പറയുന്ന ലാസ്റ്റ് ഭാഗം നോക്കി നിങ്ങൾ. The prince became very sad when Cinderella left him. His servants brought in the glass shoe and that Cinderella had left in the room. He wanted to find out the beautiful girl who had danced with him. അങ്ങനെ എന്താണ്, നമ്മുടെ സിൻഡ്രല്ല ഓടിപ്പോയ സമയത്ത് ആര് വളരെ ദുഃഖിതനായി, നമ്മുടെ രാജകുമാരൻ ഭയങ്കര ദുഃഖിതനായിരിക്കാം അല്ലെ. ആത്മാവിൻ പുസ്തകത്താലി ഒരു മഞ്ഞു തുള്ളി എന്തോ സംതിങ് അതും പാടി എന്താണ് നമ്മുടെ പ്രിൻസ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ഭടന്മാർ എന്ത് കൊണ്ടുവരുന്നത്, ദേ രാജാവെ ആ പെൺകുട്ടി ഉപയോഗിച്ച ഷൂ എന്ന് പറഞ്ഞ് ഷൂ ആയിട്ട് റൂമിലേക്ക് വന്നു. He wanted to find out the beautiful girl who had danced with him. The next day he sent messengers to announce that the prince would visit every home to find out that lady. അപ്പോൾ രാജാവിന് എന്ത് വേണം? പ്രിൻസ് പറഞ്ഞു, ഈ ഷൂ ആർക്കാണോ ഫിറ്റ് ആകുന്നത് അത് ആ കുട്ടിയാണ്. നാളെ എന്ത് ചെയ്യും, എല്ലാ വീട്ടിലും പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോരുത്തരുടെ കാലിൽ ഇട്ട് നോക്കി ചെക്ക് ചെയ്യും, ഇത് ആർക്കാണ് മാച്ച് ആകുന്നത്, ആർക്കാണ് ഇത് പാകമാകുന്നത്. She will be my princess. This is exactly the ladies. ഈ ന്യൂസ് കേൾക്കുന്ന എല്ലാ പെൺകുട്ടികളും എന്താണ് ഭയങ്കര എക്സൈറ്റഡ് ആയി. They all became very happy. The two stepsisters very glad because they had pretty feet. അവരും എന്താണ് ഭയങ്കര സന്തോഷിച്ച് നിൽക്കാണ്, കാരണം അവർക്ക് എന്തിന്റെ നല്ല സുന്ദരമായിട്ടുള്ള കാലുകളുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ അവരും എന്ത് ചെയ്യാണ് നിൽക്കാണ്. They put on their best clothes and waited for the prince. അവർ എന്ത് ചെയ്യാണ് രണ്ടാളും. They put on their best clothes and waited for the prince. ഉള്ളത് വെച്ച് ഏറ്റവും നല്ല മൊഞ്ചുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നമ്മുടെ രാജകുമാരന് വേണ്ടി കാത്തു നിൽക്കാണ്. ബട്ട് സിൻഡ്രല്ല ഡിഡ്ന്റ് ഹാവ് എനി ഗുഡ് ക്ലോത്ത്. പക്ഷെ നമ്മുടെ പാവ സിൻഡ്രല്ലയ്ക്ക് എന്തില്ല, നല്ല ക്ലോത്ത് ഇല്ല, നല്ല ഡ്രസ് ഇല്ല, നല്ല ഷൂസ് ഇല്ല, നത്തിങ് ഇല്ലേ. ദ പ്രിൻസ് വിസിറ്റഡ് എവറി ഹൗസ്. പ്രിൻസ് എന്ത് ചെയ്യുന്നു, രാജകുമാരൻ എല്ലാ വീടുകളും കയറി ഇറങ്ങുന്നു. He invited girls to try on the shoe Cinderella had left in the ballroom. The girls tried it on, but it did not fit any one of them. Finally, the prince reached the Cinderella's house. The eldest stepsister went to her room to try on the shoe, and her mother stood by, but she could not get her big toe into it, for the shoes were too small. Then her mother handed her a knife. അങ്ങനെ ഇവിടെ എത്തി രാജാവ് ഓരോ വീട്ടിലും കയറി പോയിട്ട് സിൻഡ്രല്ലയുടെ വീട്ടിലെത്തി. സിൻഡ്രല്ലയുടെ വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് മദർ എന്ത് ചെയ്തു, മൂത്ത മോളെ കൊണ്ടുവന്നിട്ട് മൂത്ത മോള് ഷൂസ് ഇടുമ്പോൾ ദോടെ ഈ പറഞ്ഞ പ്രശ്നം എന്താണ്, കാലിന്റെ വിരലുന്നുണ്ട്, ഒരു ബടാ വിരല്. അമ്മ ഉടനെ ഓടിപ്പോകുന്നു. അപ്പൊ സ്റ്റെപ്പ് മദർ എന്ന് മനസ്സിലായി, ഈ വിരലുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതൊക്കെ ഷൂ എടുക്കാൻ പറ്റില്ല. സ്റ്റെപ്പ് മദർ ഓടിപ്പോകുന്നു. ഓടി എവിടെ പോകുന്നു? She ran into the kitchen and she took a knife. ഒരു കത്തി എടുത്ത് വന്ന് എന്ത് പറയുന്നു, cut the top. മുറിക്കുന്നതിന്റെ വിരൽ. cut the top. ബാഹുബലി എന്താണ്, നമ്മുടെ കട്ടപ്പയ്ക്ക് കത്തി കൊടുത്തിട്ട് പറയുന്നില്ലേ, കുത്തു കട്ടപ്പ എന്ന് പറഞ്ഞാൽ കാര്യമില്ലല്ലോ. കട്ടപ്പ കുത്തിയതിനു ശേഷം ബാഹുബലി ഇങ്ങനെ വാഴ ഇവിടെ കുത്തി ഇങ്ങനെ സ്റ്റൈലിൽ ഇരിക്കല്ലേ. യെസ്, അതേപോലെ എന്താണ് മുറിച്ച് കളഞ്ഞിന്റെ ടോ എന്നാണ് പറയുന്നത് അല്ലെ. എന്താണ് ആ വിരൽ എന്ത് ചെയ്യൂ, നീ കട്ട് ചെയ്തേക്ക്. When you are a queen, you will never have to go on a foot. നീ രാജ്ഞിയായാൽ എന്താണ്, ഒരു പക്ഷേ നിനക്ക് ഈ കാലം വെച്ച് നടക്കേണ്ടതില്ല, വണ്ടിയും പരിചാരങ്ങളും സൗകര്യവും ഉണ്ടാവുമെന്ന് പറയുന്നത്. ഓക്കെ, now it is. So the girl cut off her toe, squeezed her foot into the shoe. She concealed her pain and went down to the prince. The prince looked at her the shoe and saw blood flowing under it. അങ്ങനെ എന്താണ് അവൾ എന്ത് ചെയ്തു, ആ വിരല് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തു, കാലിട്ട് കഴിഞ്ഞ് താഴേക്ക് പോയ സമയത്ത് രാജാവ് എന്താ കാണുന്നത്, അതിൽ ചോര എങ്ങനെ ഒലിച്ചു വരുന്ന കാണുന്നത്. Not the right bride at all. He got very angry. The prince shouted at anger. നീ എല്ലാ പെൺകുട്ടി എന്ന് ആര് പറഞ്ഞു? The prince shouted. Then the other sister tried the shoe. അപ്പൊ വിരല് മുറിച്ചത് വെറുതെ ആയി മൂത്ത കുട്ടിയിലെ. നെക്സ്റ്റ് ആര് വന്നു? നമ്മുടെ younger sister വന്നു. She went into her room to do so and got her toes comfortably in, but her heel was too large. അവൾക്ക് എന്താണ് ടോ, കാലും വിരലുകൾ എന്താണ് പാകമായിരുന്നു, പക്ഷെ അവളുടെ ഹീൽ എന്തായിരുന്നു, വലുതായിരുന്നു. അതുകൊണ്ട് ഷൂ എന്തല്ല അവൾക്ക് കൊണ്ടില്ല. Then her mother handed her the knife, saying, cut a piece of your heel when you are the queen. You will never have to go on foot. നീ എന്ത് ചെയ്യും, നിന്റെ ഹീൽ, നിന്റെ മടമ്പിന്റെ ഭാഗം കുറച്ച് മുറിച്ചേക്ക്. നീ രാജ്ഞിയായാലും നിനക്ക് നടക്കേണ്ടേ വരില്ല. നിന്നെ കൊണ്ടുപോകാൻ വണ്ടി ഉണ്ടാകും, നിന്നെ എടുത്തു നടക്കാൻ ഭടന്മാരുണ്ടാകും, ഫുട്മെൻ ഉണ്ടാകും. അപ്പൊ നീ എന്ത് ചെയ്യും, കുറച്ച് കാലിന്റെ ബാക്ക് ഹീൽ എന്ത് ചെയ്യണം, ഒന്ന് കട്ട് ചെയ്താലും പ്രശ്നമില്ല. Then and thrust her foot into the shoe.
The prince looked at her feet and became more angry and shouted, "There is blood on your shoe. The shoe is too small, not the right bride at all." അങ്ങനെ അവളും എന്ത് ചെയ്തു, കാല് മുറിച്ചു കഴിഞ്ഞപ്പോൾ രാജാവിന് വീണ്ടും ദേഷ്യം വന്നു. ചോര കണ്ട് രാജാവ് എന്ത് ചെയ്യാണ്, ദേഷ്യം രാജാവ് പറഞ്ഞു, നീയല്ല ആ ആള് എന്ന് രാജാവ് ഉറപ്പിച്ചു പറഞ്ഞു. Then Cinderella came forward and said, "Let me try it." അങ്ങനെ ആര് വരുന്നു അടുത്തത്, നമ്മുടെ poor Cinderella, നാണം കുടുങ്ങി Cinderella, the beautiful, most beautiful, a pretty girl, എന്താണ്, she came forward. അവള് മുന്നിലേക്ക് നടന്നു വന്നു. അവൾ എന്താ പറയുന്നത്, let me try, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. Her sisters laughed at her. അവളുടെ സിസ്റ്റേഴ്സ് എന്ത് ചെയ്തു, ഉറക്കെ പൊട്ടിച്ചിരിച്ചു. Clear out of here. How dare you come here in this dirty rag, you ugly creature. Hey, വൃത്തികെട്ട ജീവി, ഇതിനൊക്കെ എന്ത് ധൈര്യമാണ് ഇവിടെ വന്ന് ഇങ്ങനെ പറയാൻ. കടുക്ക് പുറത്ത് എന്ന് ആര് പറഞ്ഞു, നമ്മുടെ സിസ്റ്റേഴ്സ് പറഞ്ഞു. But the prince asked her to try this shoe. പക്ഷേ പ്രിൻസ് എന്ത് പറഞ്ഞു, ഇവിടെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, നീ കുട്ടി നീ എന്ത് ചെയ്യൂ, നീ ആ ഷൂ ഇട്ട് നോക്കൂ. I have seen you somewhere. ഞാൻ എവിടെയോ നിന്നെ കണ്ടിട്ടുണ്ട്, but I cannot remember where. പക്ഷെ എനിക്ക് ഓർമ്മയില്ല എവിടെയാണ് നിന്നെ കണ്ടത്. He said. Cinderella put her left foot into the shoe and it fitted her perfectly. അങ്ങനെ എന്താണ്, Cinderella എന്ത് ചെയ്യാണ്, ആ ഷൂ അങ്ങനെ എടുത്തിടുകയാണ്. ഷൂ ഇട്ട് എന്ത് ചെയ്യും, നമ്മുടെ Cinderella ഷൂ ഇട്ട് കഴിഞ്ഞപ്പോൾ it was straight to her feet. കാൽ എന്താണ്, match ആണ്. And it was a miracle happened. അല്ലേ, അവിടെ എന്ത് സംഭവിച്ചു, അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. നമുക്ക് പറയാൻ പറ്റുമോ ആരെപ്പം പെട്ടെന്ന് കടന്നു വരുന്നത്, പറയാൻ പറ്റില്ല. So who came, the prince told her to fit the shoe, to try the shoe, and it was too fit for her feet. അവളുടെ കാലിന് അത് വളരെ ഫിറ്റ് ആയിരുന്നു. അങ്ങനെ everybody was astonished. എല്ലാവരും അമ്പരന്നു. She then pulled out the other shoe from her pocket and put it on her right foot. അങ്ങനെ മറ്റേ ഷൂ എന്താണ്, അവൾ അവളുടെ പോക്കറ്റിൽ നിന്ന് അവൾ എടുത്തു. ഒരു ഷൂ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അവളുടെ കാലുണ്ടായിരുന്നില്ല നമ്മൾ പറഞ്ഞു. Just then the fairy appeared and touched her. അപ്പോൾ തന്നെ ആര് വന്നു, നമ്മുടെ fairy queen അവിടെ വന്ന് അവളെ എന്ത് ചെയ്തു, ഒന്ന് തൊട്ടു. With her magic wand, in a moment her rags changed into clothes of silk and gold. The prince danced with the joy and cried, "This is the right bride." നമ്മുടെ ഫേരി വന്ന് ടച്ച് ചെയ്ത പാടുന്നത് അവൾ ആ ഭംഗിയുള്ള ഡ്രസ്സിലായി അന്ന് അവന്റെ കൂടെ ഡാൻസ് ചെയ്ത അതേ ഡ്രസ്സിലായി എന്ത് ചെയ്തു. അപ്പൊ രാജകുമാരൻ എന്താണ്, he became very happy. സന്തോഷായില്ലേ. രാജകുമാരൻ എന്ന് പറഞ്ഞു, "This is the right bride." ഇതാണ് എന്ത്, ശരിയായ ബ്രൈഡിന്റെ വധു, എന്റെ ഭാര്യ എന്ന് പറഞ്ഞ് വീണ്ടും എന്താണ്, ഡാൻസ് 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 ഡാൻസ്, വീണ്ടും ഡാൻസ്. Now, this is the right bride. The shoes are fit for her. She's the right bride after all. He said to Cinderella, "You are the most beautiful girl in the country. I will make you my bride. You are the most beautiful girl I have ever seen." ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല പെൺകുട്ടി, ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും സുന്ദരിയായ പെൺകുട്ടി നീയാണ്. You will be my bride. നീയാണ് നമ്മുടെ രാജ്യത്തെ പ്രിൻസസ് ആകാൻ പോകുന്നത്. The prince married and took her to the palace. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അവളെ കല്യാണം കഴിക്കുന്നു, കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു. Cinderella pardoned her sisters and took them to the palace. Cinderella എന്ത് ചെയ്തു, അവളെ സിസ്റ്റേഴ്സിനും എന്ത് ചെയ്തു, കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. They lived there happily thereafter. അവരെല്ലാവരും കൊട്ടാരത്തിൽ സന്തോഷമായി ജീവിച്ചു. പണ്ടത്തെ നമ്മുടെ ഫെയറി ടെയിലിലൊക്കെ അവസാനം എന്താണ്, they lived happily ever after. അങ്ങനെ അവരെല്ലാവരും എന്താണ്, ഭംഗിയായി സന്തോഷത്തോടു കൂടി ജീവിച്ചു, കുട്ടികളെ ജീവിച്ചു. മനസ്സിലായോ? Did everyone understand? എല്ലാവർക്കും മനസ്സിലായോ? Did you all enjoy the class? നിങ്ങളൊക്കെ ക്ലാസ് എൻജോയ് ചെയ്തോ? എവിടെ എന്റെ പൊന്നു മക്കൾ, എല്ലാവരും നമ്മളെ ലൈക്ക് ഒന്ന് അടിച്ചേ. നമ്മുടെ ലൈവിന്റെ ഒന്ന് ലൈക്ക് ബട്ടൺ എല്ലാവരും ഒന്ന് അടിച്ചേ. മക്കളൊക്കെ ഒന്ന് അടിച്ചേ. മിസ്സിന് എല്ലാവർക്കും ഇഷ്ടമായിക്കാണെങ്കിൽ എല്ലാവരും ലൈക്ക് ബട്ടൺ അടിച്ചേ. സെറ്റ് അല്ലേ? ഷൂ മാത്രം എന്താ മാറുന്നത്? ഷൂ എന്തിനാ മാറുന്നേ? ഷൂ മാറിയില്ല, കഥയിൽ ചോദ്യമില്ല കുട്ടി. ഷൂ മാറണ്ട, ഒരു ഷൂ അവിടെ തെളിവായിട്ട് കിടക്കട്ടെ. ഓക്കെ, അപ്പൊ എല്ലാവരും ലൈക്ക് അടിച്ചോ. പേര് വിളിക്കണം, നമ്മൾ എല്ലാവരും പേര് വിളിക്കും. ഒരാൾ പേര് മാത്രം വിളിച്ചാൽ എനിക്കിതൊരു വിഷമം. എനിക്ക് നിങ്ങൾ എല്ലാവരും ഒരേപോലെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കണം. ലൈവ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ലൈവ് എന്നുള്ളത് നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണോ. നമ്മൾ അടിച്ചു പൊളിച്ച് എന്ത് ചെയ്തു, പഠിച്ചു അല്ലെ? യെസ്, ഡാൻസ് ഡാൻസ് ഡാൻസ്. അയ്യോ, എന്റെ പേരറിയില്ല. ഓ മൈ ഗോഡ്, ഞാൻ എന്തുട്ടാണോ നിങ്ങൾ പറയണേ? എന്റെ പേരറിയില്ല. വെരി സാഡ് ആയിട്ടോ. ഞാൻ നോക്കി, എന്റെ പേര്, മൈ നെയിം ഈസ്
അൻവറ. അൻവറ എന്നാണ് ഒരു പേര്. നിങ്ങൾക്ക് എന്നെ അനു മിസ് എന്ന് വിളിക്കാം, AT മിസ് എന്ന് വിളിക്കാം, നിങ്ങൾ അനു മിസ് എന്ന് വിളിച്ചാൽ മതി കേട്ടോ. നമ്മൾ എത്ര പ്രാവശ്യം ഇപ്പൊ ലൈവിൽ കൂടെ വരുന്നേ? പുതിയ മക്കൾക്കൊക്കെ പേരറിയാത്തേ. അപ്പൊ എല്ലാവരും ലൈവ് ഒക്കെ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തെന്ന് പറയുന്നുണ്ട്. മെസ്സി ഫാനാണോ മിസ് എന്ന് ചോദിക്കുന്നുണ്ട്. അതെ തീർച്ചയായിട്ടും ആണെന്ന് എനിക്ക് പറയാം. പ്ലീസ് കോൾ മൈ അർജുൻ, ലൈക്ക് അടിച്ചു, എല്ലാം പറഞ്ഞു. അപ്പൊ നമ്മൾ അടിച്ചു പൊളിച്ച് നമ്മുടെ ക്ലാസ്സിലെ അടിപൊളി. യെസ്, നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞത് അറിഞ്ഞിട്ടില്ലേ? ഇന്ന് എത്ര പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്തത്? ഇന്ന് നമ്മുടെ ചാപ്റ്റർ തീർന്നേലേ. വലിയ ചാപ്റ്റർ നമ്മൾ ഇതുവരെ എടുത്തു വെച്ചിട്ട് ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഇന്നത്തെ. പക്ഷെ ഇറ്റ് വാസ് റിയലി മാജിക് അല്ലെ, ഭയങ്കര ഭംഗിയായിരുന്നു. അപ്പൊ നമ്മൾ ടൈം ഒന്ന് പോയതേ നമ്മൾ അറിഞ്ഞിട്ടില്ല. ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് എന്റെ ക്ലാസ്. അതേപോലെ ഇനി നമുക്ക് ഈ ഒരു പാഠമാണ് ഇന്ന് നമ്മൾ ഫിനിഷ് ചെയ്തത്. ഇതിന്റെ ആക്ടിവിറ്റീസും ഡിസ്കോഴ്സും ബാക്കിയാണ്. ദാറ്റ് എന്ത് വേണം? വി വാണ്ട് ടു ഡു ഇൻ അവർ നെക്സ്റ്റ് ലൈവ് സെഷൻ. നമ്മൾ അടുത്ത ലൈവ് സെഷനിൽ നമുക്ക് ആ ചാപ്റ്ററിന്റെ ആക്ടിവിറ്റീസും ഡിസ്കോഴ്സും വി വാണ്ട് ടു ഡു, നമ്മളത് ചെയ്യണം. സോ ഐ എം വൈറ്റിംഗ് അപ്പ് യോ. ഞാനിവിടെ വൈറ്റപ്പ് ചെയ്യാണ്. ഞാൻ പറഞ്ഞത് മറക്കരുത്. യു പ്ലീസ് ലൈക്ക് ദ ബട്ടൺ. നെക്സ്റ്റ് പ്ലീസ് പുട്ട് യുവർ വാല്യുബിൾ കമന്റ്സ് ഇൻ ദ കമന്റ് ബോക്സ് ആഫ്റ്റർ ദി ലൈവ്. ലൈവിന് ശേഷം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. സോ സീ യു സൂൺ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ്. വി ഓൾ ലവ് യു ടു. ഓക്കെ, സോ എല്ലാവരും എന്ത് ചെയ്യാം? നമ്മുടെ എക്സാമിന് പ്രിപ്പറേഷൻസ് ആണ് ഇപ്പൊ നടക്കുന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. യു പീപ്പിൾ ആർ 6th സ്റ്റാൻഡേർഡ് മക്കളാണ്. ഒരുപാട് ടാർഗറ്റ് ഉണ്ട് നമുക്ക്. അപ്പൊ എന്ത് ചെയ്യാം? കറക്റ്റ് കാര്യത്തിൽ എന്ത് ചെയ്യാം? എല്ലാവരും ഫോളോ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ എന്ത് ചെയ്യാം? മാക്സിമം പറയാം. എല്ലാവരും പഠിക്കട്ടെ കേട്ടോ. എല്ലാവരും പഠിക്കട്ടെ. നിങ്ങൾ വന്നതുപോലെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ എന്ത് ചെയ്യുക? എല്ലാവരും ഒന്ന് കൊണ്ടുവന്നേ സ്ഥലത്തിലേക്ക്. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരുടെയും വീഡിയോ ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. ഹാവ് എ ഗുഡ് സ്ലീപ്പ്. താങ്ക് യു സോ മച്ച്.